ഇവിടെയാണ് ഞാനും എൻ്റെ കൂട്ടുകാരന്മാരും ഇന്ന് ഇരിക്കുന്ന സ്ഥലം. എൻ്റെ ഇടവും വലവുമായിട്ട് 2 തോന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായി. ഒരുത്തൻ്റെ കല്യാണം കഴിഞ്ഞ്, വേറൊരുത്തൻ ദുബായിൽ സെറ്റിലായി, ഒരുത്തന് പെണ്ണ് സെറ്റായതിനു ശേഷം വീടിന്റെ വെളിയിറങ്ങുന്നില്ല. തെണ്ടി. ഇനി എത്ര നാൾ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും? പുതിയ ഗ്യാങ് ഇടാന്ന് വെച്ചാൽ ഒരുത്തൻ്റെ സ്വഭാവം ശരിയല്ല. ഇനി പുതിയ ഗ്യാങ്ങിലോട്ട് ചേരാന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം അവന്മാരുടെ സ്വഭാവമായിട്ട് ചേർന്ന് പോകത്തില്ല. എല്ലാം ഒത്തുകിട്ടിയ ഗ്യാങ് ആയിരുന്നു ഇത്. ഇവന്മാര് പറയുന്ന കേട്ടാണ് ആകെ ഉണ്ടായിരുന്ന ഒരു കാമുകിയെ ബ്രേക്കപ്പ് ആക്കി വിട്ടത്. ഇതെല്ലാം സഹിക്കാം. ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതിൽ എന്നേക്കാൾ വിഷമം നാട്ടുകാർക്കാണ്. നീ എന്തൊറ്റയ്ക്കിരിക്കുന്നത്? നിനക്ക് കല്യാണമൊന്നും ആയില്ലേ? ജോലിക്ക് പോണില്ലേന്ന്. ഒറ്റയ്ക്കിരിക്കാൻ വയ്യ. ആ പെണ്ണ് സെറ്റായതിനു ശേഷം വീട്ടിൽ കയറിയിരിക്കുന്നതിന്റെ വീട്ടിലോട്ട് പോവാ. ഓ, ഇനി ഇവന്റെ തന്തേടാവായിരിക്കുന്ന കേൾക്കണമല്ലേ? ആരുമില്ലേ? അജിൻ ആരുമില്ലേ? ഉണ്ട്. അങ്ങളെ അജിൻ ഇല്ലേ? ഇല്ല. എവിടെ പോയി? അവനകത്തുണ്ട്, പക്ഷെ ഞാൻ കാണാറില്ല. അയ്യോ, അതെന്ത് പറ്റി? അവനാകെ തിന്നാനും പിന്നെ തുണി കഴുകാനും മാത്രം വെളി വരും. എന്നാലും ഞങ്ങൾ അവൻ്റെ അടുത്ത് പറഞ്ഞേരെ, അവൾ എന്തെങ്കിലും കളഞ്ഞിട്ട് പോകുന്നു. അന്ന് അവൻ എന്നെ തിരക്കി വരും, പക്ഷെ ഞാൻ കാണത്തില്ല. ഹലോ, നീ എവിടെ പോവാൻ? നീ ഇവിടെ തന്നെ കാണും. എന്താ നിങ്ങൾ 3 പേരുണ്ടായിരുന്നില്ല, ഇപ്പൊ നീ ഒറ്റയ്ക്കായ? ഇല്ല, നീ കൂടെ വേണം എന്റെ അപ്പൊ 2 പേരായില്ലേ? നീ എന്നാടാ? പിന്നെ നിന്നെ അച്ഛാന്ന് വിളിക്കാടാ. കേട്ട് കേട്ട് ഞാൻ മടുത്ത്. അവന്മാരെ കാര്യം നോക്കി പോയതിന് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റൂലേ? എനിക്ക് ജീവിക്കണ്ടേ? ഞാൻ ഇനിയും അങ്ങോട്ടും എന്നും ഒറ്റയ്ക്ക് തന്നെ നടക്കും. നിനക്കൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണാ. അങ്ങനെ ജീവിതം എന്നെ ഒറ്റയ്ക്കിരിക്കാൻ പഠിപ്പിച്ചു എന്റെ കൂട്ടുകാർ. അടി, വഴക്ക്, കൂത്തിത്തിരിപ്പ്, ഇതെല്ലാം ഉണ്ടായിരുന്നൊരു വണ്ടർഫുൾ ഗ്യാങ് ആയിരുന്നു എന്റേത്. ഇനി ഇതൊന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ ഞാനില്ല. എനിക്ക് എന്റെ ലൈഫ് മൂവ് ഓൺ ചെയ്യണം. ഐ വിൽ മൂവ് ഓൺ. മക്കളെ, എന്തിവിടെ ഇരിക്കുന്ന? വെറുതെ എന്റെ വീട്ടിൽ പെടാം. മഴയും കോളും വരുന്ന കടലിൽ പഠിച്ചകത്തോട്ട് കയറി ആവുമ്പോൾ ഇവിടെ ചെരുപ്പൂട്ട് ഇവിടെ ഇരിക്കുന്നു. പടവില്ല.